ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, എങ്ങനെയാണ് ഓഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ എങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നത് എന്നുള്ളത്. ഈ സംശയങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അങ്ങോട്ട് തീർക്കാം. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ റെക്കോർഡിങ്ങിലേക്കും എഡിറ്റിങ്ങിലേക്കും പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം അത് പറഞ്ഞു തരാം. റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം നോയ്സ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഫാനും എ സിയും ഒക്കെ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക. പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് സമയത്തേക്ക് അത് ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം നോയ്സ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ മൈക്ക് ഒരു ക്വാളിറ്റിയുള്ള മൈക്ക് റെക്കോർഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അധികം പൈസയൊക്കെ മുടക്കി പ്രൊഫഷണൽ മൈക്കുകളൊക്കെ മേടിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്നാലും നിങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്ന ഒരു മൈക്ക് റെക്കോർഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ റെക്കോർഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് മൗണോ AU803 എന്ന് പറയുന്ന ഒരു കണ്ടൻസർ മൈക്കാണ്. ഒരു 2000 രൂപയെ താഴെയാണ് ഈ മൈക്കിൻ്റെ വില. ഇതൊരു അത്യാവശ്യം നല്ലൊരു മൈക്കാണ്. മാക്സിമം നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ കയ്യിലൊരു 2000 രൂപ ചിലവാക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ മൈക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ലൗഡായിട്ടും ക്ലിയർ ആയിട്ടും സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റെക്കോർഡിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഒഡാസിറ്റി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ഒഡാസിറ്റിയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു ചെറിയ ഓഡിയോ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദിസ് ഇസ് എൻ ഓഡിയോ ടെസ്റ്റ് ഇൻ ഒഡാസിറ്റി. ഓക്കെ, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അതങ്ങനെ ചെയ്യുന്നത്. സോ ഇനി ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഫക്ട്സിൽ പോയിട്ട് നോയ്സ് റിഡക്ഷൻ എന്നത് ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ നോയ്സ് പ്രൊഫൈൽ നമ്മൾ എടുത്തു. ഇനി ഫുൾ ഓഡിയോ നമുക്ക് Ctrl+A നെക്കിയിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് എഫക്ട്സിൽ ഒന്നുകൂടെ പോയിട്ട് നോയ്സ് റിഡക്ഷൻ ഒന്നുകൂടെ എടുക്കാം. ഈ ഓപ്ഷൻസ് ഇതുപോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് തന്നെ ഇട്ടാൽ മതി. 12:6:3 എന്നുള്ള ഓപ്ഷനിൽ അതേപോലെ തന്നെ ഇട്ടിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോയ്സ് റെഡ്യൂസ് ആയിട്ടുണ്ടാകും. അടുത്ത സ്റ്റെപ്പാണ് കംപ്രഷൻ. കംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ലൗഡ് വോയിസിൽ സംസാരിക്കും. അങ്ങനെ ലൗഡ് റേഞ്ചിലുള്ള വോയിസ് കംപ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഓഡിയോന്റെ ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കംപ്രസർ യൂസ് ചെയ്യുന്നത്. സോ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫക്ട്സിൽ പോവുക, കംപ്രസർ എന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൽ ത്രെഷോൾഡ് എന്നുള്ള ഓപ്ഷനിൽ ഏത് റേഞ്ചിന് മുകളിലേക്കുള്ള ഓഡിയോ ആണ് കംപ്രസ് ചെയ്യേണ്ടത് എന്നതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു -12 to -16 ആ ഒരു റേഞ്ചിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഒരു -15 സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ -15 ഡെസിബലിന് മുകളിലേക്കുള്ള ഓഡിയോ എല്ലാം കംപ്രസ് ചെയ്യും. നോയ്സ് ഫ്ലോർ നിങ്ങൾക്കൊരു -40 45 ഇടാം. റേഷ്യോ എന്നുള്ള ഓപ്ഷനിൽ എത്രത്തോളം കംപ്രസ് ചെയ്യണം എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടി കൊടുക്കുക, അധികം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇതൊരു 2:1 3:1 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ 3:1 സെലക്ട് ചെയ്തു. ഇത് രണ്ടും ഇതേപോലെ തന്നെ മാക്സിമം കുറച്ചിടുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഈക്വലൈസേഷൻ. ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്ട്സിലേക്ക് പോവുക, ഈക്വലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആദ്യം തന്നെ സെലക്ട് കർവ് എന്നുള്ള ഓപ്ഷനിൽ ബേസ് ബൂസ്റ്റ് എന്നുള്ളത് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നീട് എഫക്ട്സിൽ ഒന്നുകൂടെ പോയിട്ട് ഈക്വലൈസേഷൻ എടുത്തിട്ട് ഈ സെലക്ട് കർവ് എന്നുള്ള ഓപ്ഷനിൽ ട്രെബിൾ ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഓഡിയോ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫക്ട്സിൽ പോയിട്ട് ആംപ്ലിഫൈ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ സെറ്റിംഗ്സ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, പ്രോപ്പർ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഒഡാസിറ്റി ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇട്ടേക്കുന്നത്. സോ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഫൈനൽ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ദിസ് ഇസ് എൻ ഓഡിയോ ടെസ്റ്റ് ഇൻ ഒഡാസിറ്റി. ഇങ്ങനെയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.